നമസ്കാരം, ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ സെറീൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന ചില ഭക്ഷണങ്ങളെ കുറിച്ചാണ്. അപ്പൊ രോഗപ്രതിരോധ ശേഷി എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂണിറ്റി പവർ ആണ് അല്ലെ. നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ തന്നെ ഈ ഒരു ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടെങ്കിൽ നമുക്ക് പുറമേ നിന്ന് വരുന്ന എന്തെങ്കിലും ഇൻഫെക്ഷൻസോ പനിയോ ഒക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മുടെ ശരീരത്തിന് തന്നെ സാധിക്കും. അതുപോലെ തന്നെ ഇത്തരം അസുഖങ്ങൾ പിടിപെട്ടാലും നമുക്ക് അതിൽ നിന്ന് വളരെ വേഴ്സ് കണ്ടീഷനിലേക്ക് പോകാതെ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ നമുക്ക് അതിൽ നിന്ന് റിക്കവർ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് രോഗപ്രതിരോധ ശേഷി കൂടുന്നത് കൊണ്ടുള്ള ഒരു പ്രധാന ബെനിഫിറ്റ്. ഓക്കെ, അപ്പൊ ഇത് വർദ്ധിപ്പിക്കാനായിട്ട് നമ്മൾ ദിനചര്യയിലും അതുപോലെ തന്നെ ഭക്ഷണക്രമങ്ങളിലൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് കഴിയും എന്നുള്ളതാണല്ലോ. അപ്പൊ ഇതിന് നമുക്ക് പോഷകാഹാരങ്ങൾ വളരെ അത്യാവശ്യമാണ്. പോഷകാഹാരങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ വേണം? മിനറൽസ് വേണം, കാർബോഹൈഡ്രേറ്റ്സ് വേണം, അതുപോലെ തന്നെ വൈറ്റമിൻസ് വേണം, അതുപോലെ പ്രോട്ടീൻ. ഇതൊക്കെ നമുക്ക് നല്ല രീതിയിൽ കിട്ടിയാലാണ് നമ്മുടെ ശരീരത്തിന് ഈ ഒരു ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് വൈറ്റമിൻ സി. അപ്പൊ വൈറ്റമിൻ സിനെ കുറിച്ച് എല്ലാ ആളുകൾക്കും അറിയാം അല്ലെ. ഇത് സ്കിന്നിന് നല്ലതാണ്, ഹെയറിന് നല്ലതാണ്, അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ നല്ലതാണ്. അതുപോലെ നമ്മുടെ ശരീരത്തിൽ മുറിവുകൾ, ഇഞ്ചുറീസ് ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണങ്ങാനായിട്ട് ഈ ഒരു വൈറ്റമിൻ സി നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ സഹായിക്കും. അതുപോലെ തന്നെ നമുക്ക് സെൽ റെജുവിനേഷൻ, നമുക്ക് ഡീജനറേറ്റീവ് ചേഞ്ചസുകളൊക്കെ നമുക്ക് ഏജിങ്ങിലൂടെ വരുന്നതിനെ തടഞ്ഞ് ഈ റെജുവിനേഷൻ ഓഫ് സെല്ല്, കൂടുതലായിട്ട് സെൽസ് ഉണ്ടാക്കാനൊക്കെ ഇത് റെജുവിനേറ്റ് ചെയ്യാനായിട്ട് സെൽസിനെ ഇത് സഹായിക്കും. അപ്പൊ വൈറ്റമിൻ സി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇത് നല്ല തോതിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സാധിക്കും. അപ്പൊ വൈറ്റമിൻ സി ഉള്ള ഭക്ഷണ സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ലെമൺ, അതായത് ചെറുനാരങ്ങ. ഇപ്പൊ ചെറുനാരങ്ങയിൽ ഇപ്പൊ നിങ്ങൾക്ക് അസിഡിറ്റി ഉണ്ട്, ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ചെറുനാരങ്ങ യൂസ് ചെയ്യരുത്. അപ്പൊ അതിന് വേറെ മറ്റ് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അല്ല, നിങ്ങൾക്ക് അസിഡിറ്റി ഇഷ്യൂസോ ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങളോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലെമൺ തീർച്ചയായിട്ടും യൂസ് ചെയ്യാം. അപ്പൊ ഒരിക്കലും ചെറുനാരങ്ങ വെള്ളം പഞ്ചസാര ചേർത്ത് ഉപയോഗിക്കാതിരിക്കുക. ഉപ്പിട്ട ചെറുനാരങ്ങ വെള്ളം കുടിക്കാനായിട്ട് കഴിയും, അത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് ചെറുനാരങ്ങ ഉപയോഗിക്കാനായിട്ട് സാലഡുകളിലൊക്കെ, അപ്പൊ നമുക്കറിയാം 2 ബൗൾ സാലഡ് നമ്മളിപ്പോ വെയിറ്റ് ലോസിലൊക്കെ പറയാറുണ്ട്. 2 ബൗൾ സാലഡ് ഉച്ചയ്ക്കും വൈകുന്നേരം കഴിക്കുന്നത് ശരീരത്തിന് വളരെ നല്ലതാണെന്ന്. അപ്പൊ സാലഡുകളിലൊക്കെ നിങ്ങൾക്ക് 2-3 തുള്ളി അല്ലെങ്കിൽ 5-6 തുള്ളി അല്ലെങ്കിൽ അരമുറി നാരങ്ങയുടെ നീര് ചേർത്ത് ആഡ് ചെയ്തൊക്കെ കഴിക്കുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ വൈറ്റമിൻ സി ശരീരത്തിൽ കൂടുതലായിട്ട് കിട്ടാനായിട്ട് സാധിക്കും. അപ്പൊ ഇത് തുടർച്ചയായിട്ട് ചെയ്യണം. 1-2 ദിവസം ചെയ്തുകൊണ്ട് കിട്ടില്ല കേട്ടോ. തുടർച്ചയായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് പേരക്കായയാണ് കേട്ടോ. പേരക്കായ എന്നൊക്കെ നമ്മൾ പല സ്ഥലങ്ങളിലും പറയുന്നു. അപ്പൊ ഇത് പേരക്ക വളരെ നല്ലൊരു വൈറ്റമിൻ സിയുടെ സോഴ്സ് ആണ്. അപ്പൊ ഇത് നമ്മൾ ഡെയിലി ഓരോന്ന് വീതം കഴിക്കുന്നത് ശരീരത്തിന് വളരെ നല്ലതാണ്. ഓക്കെ, അപ്പൊ ഇതില് ഒരുപാട് വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്നത് കൊണ്ട് അത് നമ്മുടെ ശരീരത്തിൽ കിട്ടാനും അതുമൂലം നമ്മുടെ സ്കിന്നിനായാലും ഹെയറിനായാലും രോഗപ്രതിരോധ ശേഷിക്കായാലും ഈവൻ കോൺസ്റ്റിപ്പേഷൻ ഇഷ്യൂസ് വരെ മാറ്റാനായിട്ട് പേരക്കയ്ക്ക് സാധിക്കുമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ വളരെ നല്ല. അതുപോലെ സ്ട്രോബെറി, ബ്ലൂബെറി, ബ്ലാക്ക്ബെറി, അതുപോലെ തന്നെ ഇത്തരം ബെറീസുകളില് വൈറ്റമിൻ സി കണ്ടന്റ് വളരെ കൂടുതലാണ്. അപ്പൊ അതും നമുക്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നതാണ്. ഓക്കെ, ഇനി നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ് നെല്ലിക്ക. ഓക്കെ, അപ്പൊ നെല്ലിക്ക വെച്ചിട്ട് നമ്മൾ അച്ചാർ ഉണ്ടാക്കി കഴിക്കാറുണ്ട്, നെല്ലിക്ക ഉപ്പിലിടാറുണ്ട്, തേൻ നെല്ലിക്ക കഴിക്കാറുണ്ട്. മനസ്സിലായോ? അങ്ങനെ പല രീതിയിൽ നെല്ലിക്ക നമ്മൾ കൺസ്യൂം ചെയ്യാറുണ്ട്. വളരെ നല്ലതാണ് നെല്ലിക്ക കഴിക്കുന്നത്. ഒരു ദിവസം ഒരു നെല്ലിക്ക മതി, അതിൽ കൂടുതൽ കഴിക്കേണ്ട, അത് മോശമാണ്, നമുക്ക് കിഡ്നിയിൽ സ്റ്റോൺ ഉണ്ടാക്കാനൊക്കെ കാരണമാകും. അതുകൊണ്ട് ഒരു ദിവസം ഒരു നെല്ലിക്ക കഴിക്കുക. അപ്പൊ ആ നെല്ലിക്കയുടെ അടുത്ത് അയൺ ഉണ്ട്, സിങ്ക് ഉണ്ട്, അതുപോലെ തന്നെ പൊട്ടാസ്യം ഉണ്ട്, അതുപോലെ തന്നെ വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ, അങ്ങനെ തുടങ്ങി എല്ലാ തരത്തിലുള്ള ഒരു വൈറ്റമിൻസ് മിനറൽസിന്റെ, അതിലില്ലാത്തതൊന്നുമില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതിന്റെ ഒരു കലവറയാണ് നെല്ലിക്ക. അപ്പൊ തീർച്ചയായിട്ടും നെല്ലിക്ക ഉപയോഗിക്കുന്നത് വളരെ നമുക്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുന്ന ഒന്നും കൂടിയാണ് കേട്ടോ. പിന്നെ നെല്ലിക്കയിൽ ഇല്ലാത്ത ഒരു ഗുണങ്ങളും ഇല്ല. സ്കിന്നിന് നല്ലതാണ്, ഹെയറിന് നല്ലതാണ്, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ നല്ലതാണ്. എല്ലാത്തിനും നല്ലതായ ഒന്നാണ് നെല്ലിക്ക. പക്ഷെ 1 വീതം മാത്രമേ ദിവസം കഴിക്കാൻ പാടുള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ ഇരുമ്പം പുളിയിൽ നല്ല രീതിയിൽ വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്നുണ്ട്. അതും ഇതുപോലെ 1 മാത്രം കഴിക്കുക. ലവണിക്ക, ശീമപ്പുളി എന്നൊക്കെ പറയുന്ന ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഓരോന്ന് വീതം കഴിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് ദിവസേന കേട്ടോ. അപ്പൊ അസിഡിറ്റി ഉള്ളവർ എപ്പോഴും ശ്രദ്ധിക്കുക, പുളിയുള്ള സംഭവങ്ങൾ കഴിക്കുമ്പോൾ ഭക്ഷണത്തിന് ശേഷം മാത്രം കഴിക്കുക. ഒരുപാട് അസിഡിറ്റി ഉള്ളവര് ഇത്തരം പുളിയുള്ളത് കഴിക്കാതിരിക്കുക കേട്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ അസിഡിറ്റി, നെഞ്ചിരിച്ചില്, പുളിച്ചുതേട്ടലൊക്കെ കൂടാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ,
രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മീൻ ഗുളികയാണ്. അപ്പൊ മീൻ ഗുളികയിൽ നമുക്ക് വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി ഒക്കെ അബ്സോർബ് ചെയ്യണമെങ്കിൽ നമുക്ക് ചില മിനറൽസ് വേണം. മനസ്സിലായോ? ചില കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ വേണം. അതിലൊന്നാണ് omega-3 ഫാറ്റി ആസിഡ്, അതുപോലെ തന്നെ പൊട്ടാസ്യം വേണം, സിങ്ക് വേണം. ഓക്കെ, അപ്പൊ ഇതെല്ലാം കിട്ടാനായിട്ട് നമുക്ക് ഈ ഒരു ഇതുണ്ടെങ്കിൽ മാത്രമാണ് ഇതൊക്കെ അബ്സോർബ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഇതൊക്കെ ചെന്നാലും ഇതൊന്നും അബ്സോർപ്ഷൻ നടക്കില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് omega-3 ഫാറ്റി ആസിഡ് ആവശ്യമാണ്. അത് റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അത് omega-3 ഫാറ്റി ആസിഡ് നമുക്ക് നാച്ചുറലി എങ്ങനെയൊക്കെ അവൈലബിൾ ആവും? ചെറിയ മീനുകൾ കഴിക്കുന്നത്, കായൽ മീനുകൾ കഴിക്കുന്നത് വഴി നമുക്ക് കറി വെച്ച് കഴിക്കുകയാണെങ്കിൽ കിട്ടും. അതായത് മത്തി, ചാള, നത്തോലി, അതുപോലെ ഇതിലൊക്കെ കാൽസ്യവും നല്ല രീതിയിൽ അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ഒരു തരത്തിലും നമുക്ക് ബുദ്ധിമുട്ട് വരില്ല. വളരെ നല്ലതാണ് സ്കിന്നിനായാലും ഹെയറിനായാലും നമുക്ക് ഈ omega-3 ഫാറ്റി ആസിഡ് കിട്ടുകയാണെങ്കിൽ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇലക്കറികളിൽ ധാരാളം അടങ്ങിയിരിക്കുന്നുണ്ട്. ഇലക്കറികൾ എന്ന് പറയുമ്പോൾ നമുക്ക് ചീര, നമുക്ക് സാധാരണ അവൈലബിൾ ആയിട്ടുള്ളതാണ് ചീര, മുരിങ്ങയില, മത്തനില, പയറില എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇലകൾ. ഇതൊക്കെ ധാരാളമായിട്ട് കഴിക്കാം. ചീരയിൽ ചുമന്ന ചീരയുണ്ട്, അതുപോലെ തന്നെ പച്ചച്ചീരയുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഇതിന്റെ കലവറയാണ്. omega-3 ഫാറ്റി ആസിഡ് നല്ല രീതിയിൽ അടങ്ങിയിരിക്കുന്നു. ഇതൊക്കെ നമുക്ക് കറി വെച്ച് കഴിക്കുകയാണെങ്കിൽ വളരെ കൂടുതലായിട്ട് നമുക്ക് omega-3 ഫാറ്റി ആസിഡ് നാച്ചുറലി കിട്ടാനായിട്ട് സാധിക്കും. ഇപ്പൊ ടാബ്ലറ്റ്, ക്യാപ്സ്യൂൾ ഫോമിലൊക്കെ അവൈലബിൾ ആണ്. പക്ഷെ ഈ രീതിയിൽ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, പിന്നെ സ്പൈസസ്, അതായത് നമുക്കറിയാം നമ്മൾ പഴയ കാലഘട്ടത്തിൽ നമ്മൾ കറികളിലൊക്കെ ഉപയോഗിച്ചിരുന്ന ഒന്നാണ് സ്പൈസസ്. ഇപ്പൊ എന്താന്ന് വെച്ചാല് കുറവാണ്, ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ദിനം പ്രതി ഒന്നും ഉപയോഗിക്കുന്നില്ല. എന്തെങ്കിലും ബിരിയാണി വെക്കുന്ന സമയത്ത് നമ്മൾ സ്പൈസസ് യൂസ് ചെയ്യുന്നല്ലാതെ നമ്മൾ ദിനം പ്രതി ഒന്നും ആരും അധികം യൂസ് ചെയ്യുന്നതായിട്ട് കാണാറില്ല. അപ്പൊ ഏറ്റവും സ്പൈസസ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. അത് ഏതൊക്കെ സ്പൈസസ് ആണെന്ന് നമ്മൾ പറയാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കുരുമുളക്, പിന്നെ ഗ്രാമ്പൂ, കറുകപ്പട്ട, പിന്നെ അതുപോലെ അതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്പൈസസ്. പിന്നെ അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ നമ്മൾ നന്നായി കറികളിൽ ആഡ് ചെയ്യുക. ഇതുപോലെ നമുക്ക് വെള്ളം തിളപ്പിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും മഞ്ഞളൊക്കെ ഇട്ടിട്ട് നമ്മൾ കോവിഡ് സമയത്ത് കുടിച്ചത് ഓർമ്മയുണ്ടോ? അപ്പൊ നമുക്ക് ഭയങ്കരമായിട്ട് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനൊക്കെ ആ സമയത്ത് ഒരുപാട് പേർക്ക് കഴിഞ്ഞിരുന്നു. അതുപോലെ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ്. അപ്പൊ ഈ രീതിയിലൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും. അതുപോലെ ക്യാപ്സിക്കം കഴിക്കുന്നത് വളരെ നല്ലതാണ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും. അതുപോലെ തന്നെ നമുക്ക് ഇത്, പക്ഷെ ക്യാപ്സിക്കം ഒക്കെ വളരെ റെയർ ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്, അല്ലെ? പക്ഷെ എന്നാലും ഇത് കഴിക്കുകയാണെങ്കിൽ നമ്മൾ കളയാതെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ചില ആളുകൾക്ക് ക്യാപ്സിക്കം അത്ര ഇഷ്ടമല്ല, പക്ഷെ ക്യാപ്സിക്കം വളരെ നല്ലതാണ് നമ്മുടെ ഈ ഒരു രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട്. ഓക്കെ, അതുപോലെ സ്ട്രെസ് കുറയ്ക്കുന്നത് വളരെ നല്ലതാണ്. മെഡിറ്റേഷൻ, യോഗ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്ട്രെസ് കുറയ്ക്കാനും തന്മൂലം നമുക്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സാധിക്കും. അതുപോലെ ശരിയായ ഉറക്കം, ഒരു 6 to 8 hours എങ്കിലും നമ്മൾ രാത്രി കൃത്യമായിട്ട് ഉറങ്ങുക എന്നുള്ളത് നമുക്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് ഉതകുന്ന ഒരു മാർഗം തന്നെയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ചെറിയ ചൂടുവെള്ളം കുടിക്കുന്നത് നമുക്ക് നല്ല രീതിയിൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാം. ചെറിയ ചൂടുവെള്ളത്തിന്റെ കൂടെ തന്നെ നമ്മൾ ഭക്ഷണവും ചൂടോടുകൂടി തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഒഴിവാക്കേണ്ടത് ഏതൊക്കെയാണ്? ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ്, ഓയിലി ഫുഡ്, ബേക്കറി ഐറ്റംസ്, മധുര പലഹാരങ്ങള്, ഓക്കെ, അതുപോലെ തണുത്ത ആഹാര പദാർത്ഥങ്ങൾ, കോള, കൂൾ ഡ്രിങ്ക്സുകൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ പരമാവധി ഒഴിവാക്കുക. നമ്മൾ എല്ലാതും ചൂടാക്കി മാത്രം യൂസ് ചെയ്യുക. അപ്പൊ കറികളാണെങ്കിലും വെള്ളമാണെങ്കിലും ചൂടോടുകൂടി കഴിക്കുകയാണെങ്കിൽ അത് നമുക്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ പ്രയോജനകരമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. മാക്സിമം ആളുകളിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാം. താങ്ക്